വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഞാൻ എന്താ ഇവിടെ ഒരു ഡബ്ബയും പിടിച്ചിട്ട് നട്ട്സിൻ്റെ എന്ന് വിചാരിച്ചു അല്ലേ? അതുതന്നെയാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബ്രദർ ഖത്തറിന്ന് കൊണ്ടുവന്ന കുറച്ച് നട്ട്സും കുറച്ച് ഫിഗ്സും അങ്ങനെയുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഓപ്പണിംഗ് സെറമണി കീ ഇട്ടു. ഞാൻ ഈ നട്ടൊന്ന് തുറന്ന് നോക്കി. ഇല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റുകയില്ല, ഈ കീ ഇല്ലാതെ തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ പേരാണ് മെക്കഡാമിയ നട്ട്. ഇത് കിങ് ഓഫ് നട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. കലോറി റിച്ച് ഇൻ കലോറി, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഇതിലുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ഹേസൽ നട്ടാണ്. ഇതും ഹെൽത്ത് ബെനിഫിറ്റ്സിനും ബ്ലഡ് ഷുഗർ കൺട്രോളിനും ബെസ്റ്റാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് കാഷ്യൂസ് ആണ്. കാഷ്യൂസിന് ബോൺ സ്ട്രെങ്ത്തിന് നല്ലതാണ്, ഐസൈറ്റിനും ബെസ്റ്റാണ്. ഈ കാണിച്ചത് റോസ്റ്റഡ് കാഷ്യൂസ് ആണ്. അടുത്തത് പിസ്താച്ചിയോസ് ആണ്. പിസ്ത അറിയാലോ, ബാഡ് കൊളസ്ട്രോൾ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ ബെസ്റ്റാണ്. ഇത് റോ കാഷ്യൂസ് ആണ്. ഇത് ഫിഗാണ് കേട്ടോ. ഫിഗ് ഡൈജഷന് ബെസ്റ്റാണ്, കോൺസ്റ്റിപ്പേഷനും ബെസ്റ്റാണ്. അപ്പോൾ ഫിഗും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ കഴിക്കുന്ന ഐറ്റംസൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പിക്കാൻ നട്ട്. ആത്രൈറ്റിസിന് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് ഇതിലുണ്ട് കേട്ടോ. ഇത് ബദാമും കൂടാതെ വാൾനട്ടും കൂടെയുള്ള മിക്സാണ്. വാൾനട്ടിന് ബ്രെയിനിൻ്റെ ഒക്കെ ഏകദേശം ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഇതിന് ബ്രെയിനിന് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, കൂടാതെ ബോൺസിനും. അടുത്തത് അസോർട്ടഡ് നട്ട്സ് ആണ്. ബദാം, പിസ്ത, കാഷ്യൂസ്, ഗ്രൗണ്ട് നട്ട്സ് എന്നിവയല്ലാണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് കലക്കി കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഡ്രിങ്കായി. ഇതിപ്പോൾ സോൾട്ടഡ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ റോ ആയിട്ടിരുന്ന് കഴിക്കാം. ഇത് സോൾട്ടഡ് കാഷ്യൂ നട്ട്സ് ആണ്. ഇതും നല്ലതാണ്, പക്ഷേ റോ കാഷ്യൂസ് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മാത്രമല്ല കാഷ്യൂസ് ഡെയിലി 5-6 കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് ഹൈ കൊളസ്ട്രോൾ ആണ്, മാത്രമല്ല ബാഡ് കൊളസ്ട്രോളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കാഷ്യൂസ് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം എന്നാണ് അവരുടെ വാർണിംഗ്. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് എന്ത് ഐറ്റമാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് സൺഫ്ലവറും പംകിൻ സീഡ്സും. സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ് ഇതും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഐറ്റംസ്. അപ്പോൾ ഇന്ന് മുതൽ കൊണ്ട് എൻ്റെ പുതിയ ഡയറ്റ് തുടങ്ങുകയല്ലേ. ഇനി മുതൽ കൊണ്ട് ഞാനിത് ഡെയിലി 4 പീസ് വെച്ച് കഴിക്കും. റൈസിൻസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിക്കും, ബാക്കിയെല്ലാം ഞാൻ കഴിക്കും. ഞാൻ വറുത്തതും പൊരിച്ചതും എല്ലാം നിർത്തി എന്നൊക്കെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 1 മാസത്തിന് മേലെ പോകാറില്ല. അപ്പോൾ അടുത്തതാണ് റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നറിയാലോ, മുടിയുടെ സ്ട്രെങ്തനിങ്ങിനും സ്കിന്നിൻ്റെ ഗ്ലോയിനും ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് റൈസിൻസ്. ഇത് ദിവസം രാത്രി സോക്ക് ചെയ്തിട്ട് 3-4 സോക്ക് ചെയ്ത് രാവിലെ കഴിക്കുന്നത് സ്കിന്നിന് ബെസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്താ തുടങ്ങല്ലേ. ഇതാ സോക്ഡ് റൈസിൻസ്, സോക്ഡ് ആൽമണ്ട്സ്, ഡേറ്റ്സ്. ഇനി നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആരംഭിക്കാം. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.